അതൊരു 3-4 കൊല്ലമായിട്ടുള്ള ഈ ബാഗ് മേടിച്ചിട്ട്. അപ്പൊ സിബ് നാശായ അങ്ങനെ കളയാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ശരിയാക്കി എടുത്ത ഞങ്ങൾ. ഓക്കെ, ഇത് രമേശ് ചേട്ടൻ. ആളെ കുന്നംകുളത്ത് സ്റ്റാൻഡിന്റെ അടുത്താണ് ആളുടെ കട. അപ്പൊ ഞാന് സ്ഥിരം രമേശ് ചേട്ടന്റെ അവിടെയാണ് ബാഗ്, ചെരുപ്പ് ഐറ്റംസ് ഒക്കെ കൊടുക്കണം. അടിപൊളി ബാഗ്. ആകെ ഒരു 3-4 കൊല്ലമായിട്ടുള്ള പഠിച്ചിട്ട്. അപ്പൊ അതിന് സിബ് നാശായി എന്ന് പറഞ്ഞിട്ട് കളഞ്ഞാൽ ശരിയാവില്ല, മുതലാവില്ല. ഞാൻ തൃശ്ശൂർ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ആളെ കണ്ടു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ തൃശ്ശൂര് തിരിഞ്ഞ് നടക്കാന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് തൃശ്ശൂർ വന്ന്. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മള് തൃശ്ശൂരുള്ള ഫ്രണ്ട്സിനെ ഒക്കെ മീറ്റ് ചെയ്യണതൊക്കെ. അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെ ബ്രൈജോ. ഹായ്. ബ്രൈജോ ഒരു യൂട്യൂബറാണ്. മീനുകളായി ബന്ധപ്പെട്ട വീഡിയോ ആണ് കൂടുതൽ ചെയ്യുന്നത്. മീനുകളായി ബന്ധപ്പെട്ട സംശയങ്ങൾ, അതുപോലെ മീനുകൾ വേണമെങ്കിൽ ഒക്കെ ബ്രൈജോനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ചാനൽ അലങ്കാര മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ കുറച്ച് സീരിയസ് ആയിട്ട് ബെറ്റ ഷോസിന്റെ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. കേരളത്തിലുള്ള ഒരുവിധം ബെറ്റ ഷോകളൊക്കെ ആളുടെ ചാനൽ നോക്കിയാൽ ഒരുവിധം എല്ലാ ഷോയുടെയും വീഡിയോ കാണാം. അല്ലാതല്ല, ഉള്ളതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോ വലിയ കുഴപ്പമില്ല, എല്ലാവരും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാരെയും സപ്പോർട്ട് ആളുടെ ചാനലിലും കൊടുക്കണം. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഞങ്ങളിപ്പോ തൃശ്ശൂർ ടൗൺ ഹാളിന്റെ അടുത്ത് മരത്തിന്റെ ചുവട്ടിലിരിക്കാം. ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. സമയം 2:30 കഴിഞ്ഞു. അപ്പൊ ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള ഒരു മൂഡില്ല എന്തായാലും. അപ്പൊ ഞങ്ങൾ ഓൺലൈനിൽ ബിരിയാണി ഓർഡർ ചെയ്തിട്ടിരിക്കും. 2 ചിക്കൻ ബിരിയാണി 89 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, വരുമ്പോ അറിയാം. എപ്പോഴാ വരികയെന്ന് അറിയില്ല. നോക്കാം. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. Like a bird on a tree, I'm just sitting here. I got time, it's clear to see from up here. ഇവിടെയൊക്കെ ആളുകൾ ഉച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് തോന്നുന്നത്. അല്ലാണ്ട് വായിക്കാൻ വരുന്ന ആൾക്കാർ കുറവാണ്. സംഭവം ലൈബ്രറിക്കാണ് അത്. പക്ഷെ കൂടുതൽ ആൾക്കാരൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴിക്ക് വരണത് തോന്നുന്നു. We meant to be in the great outdoors, forever free. Sometimes you need to go and take a step back. പണ്ട് MTIയിൽ പഠിക്കുമ്പോൾ, MTI എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച പോളിടെക്നിക്, ഇതിന്റെ തൊട്ടടുത്താണ്. അവിടെ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ സ്ഥിരം ഉച്ചയ്ക്ക് ഇവിടെ ആവും. കാരണം ഊണ് കഴിക്കാൻ അവിടെ ഇരുന്നുണ്ടെങ്കിൽ റാഗിങ്ങും പ്രശ്നങ്ങളും. അപ്പൊ നേരെ ചോറും പൊതിയൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഊണ് കഴിച്ച് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങാൻ നേരത്തെ അങ്ങോട്ട് പോകും. അതാണ് കൂടുതൽ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് ലൈബ്രറിയിൽ വന്നിരിക്കും. വെറുതെ വായിക്കാനൊന്നുമില്ല, വെറുതെ കമ്പനികളൊക്കെ ആയിട്ട് വന്നിരിക്കും. വർത്താനം പറഞ്ഞതിന്റെ വരാന്തയിലൊക്കെ വന്നിരിക്കും. അങ്ങനെ വെറുതെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. Forever free. ഇതാ നമ്മുടെ ചിക്കൻ ബിരിയാണി എത്തിയിട്ടുണ്ട്.
ആയ് ചിക്കൻ ബിരിയാണി കാണുമ്പോ കുഴപ്പമില്ലേട്ടാ, കാണുമ്പോൾ കുഴപ്പമില്ല, സൂപ്പറാണ്. തിന്നുമ്പോ കൂടി സൂപ്പറായാ മതിയായിരുന്നു. ചിക്കൻ്റെ ഗ്രേവി അടിയിലുണ്ട്. ഇനി വേറെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഗ്ലാസ് അച്ചാർ ഇത്രയുള്ളൂ. അപ്പൊ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് കഴിക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ. ചെറുപ്പം